ജില്ലയിലെ കാര സെന്ററിൽ ഏറെക്കാലമായി പ്രശ്നമായിരുന്ന വെള്ളക്കെട്ടിന് പരിഹാരമായി. ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടിലമരുന്ന സെന്ററിൽ ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ നിരന്തരമായ ഇടപെടൽ മൂലമാണ് പൊതുമരാമത്ത് വകുപ്പ് പ്രത്യേക ഫണ്ട് വിനിയോഗിച്ച് കാന നിർമ്മിച്ചത്. ഇതോടെ കാര സെന്ററിന്റെ സൗന്ദര്യവത്കരണത്തിനും തുടക്കമായിട്ടുണ്ട്. കടകളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ മാലിന്യ നിർമ്മാർജ്ജനവും സൗന്ദര്യവൽക്കരണവും പൂർത്തിയാക്കുമെന്നും കാരയിൽ നടന്ന പൊതുയോഗത്തിൽ ഇ.ടി. ടൈസൺ എം.എൽ.എ പറഞ്ഞു. സുരക്ഷിതമായ ഡ്രൈവിംഗിനായി 3 ദിശയിലും സ്ഥാപിച്ചിട്ടുള്ള ബ്ലിങ്കർ ലൈറ്റുകളുടെ ഉദ്ഘാടനവും സംയോജിതമായി നിർമ്മാണം പൂർത്തിയാക്കിയ അധികൃതരെ ആദരിക്കലും നടന്നു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം.ആർ. കൈലാസൻ, ബിന്ദു രാധാകൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ സന്തോഷ് പുളിക്കൽ, ജോസ്മി ടൈറ്റസ്, കെ മോഹനൻ, വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജോഷി, കാര സെന്റർ ജുമാ മസ്ജിദ് മഹൽ പ്രസിഡന്റ് മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നവീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ് നന്ദി പറഞ്ഞു. സ്വാഗതത്തിലും അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചപ്പോൾ കാരക്കാർക്ക് മാത്രമുള്ള പ്രശ്നമായിരുന്നില്ല. അത് അപ്പുറത്തുനിന്ന് വടക്കുന്നും തെക്കുന്നും വരുന്ന വാഹനങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, നടന്നു പോകുന്ന യാത്രക്കാർക്ക് എല്ലാവർക്കും വലിയ രീതിയിൽ പോയിക്ക ആളുകളാണ്. ഏത് മാർഗം വെച്ചത് പരിഹരിക്കാൻ പറ്റുമെന്നും നിരന്തരമായ അന്വേഷണം നടത്തിയതാണ്. മുഴുവൻ അത്തരത്തിലുള്ള നല്ല ശ്രമങ്ങൾ കൂട്ടായി നടത്തിയത്. അപ്പൊ ഇതിനിടെ നമ്മുടെ പള്ളിയുടെ സൈഡിൽ കൂടെ വന്നു, ബെഞ്ചമിന്റെ വീടിന്റെ സൈഡിൽ കൂടെ പോയി 3-4 വട്ടം ചർച്ചയ്ക്ക് ശേഷമാണ് നോക്കിയത്. പക്ഷേ ബന്ധപ്പെട്ട നമ്മുടെ സാങ്കേതിക വിദഗ്ധർ പറ്റുമോ എന്നുള്ള കാര്യത്തിലും പ്രശ്നമുണ്ട്.